ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ദിവസമാണ്, ലൈക്ക് പുറത്തൊന്നും പോവാതെ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഐ വാണ്ട് ടു ഡു സംതിങ് സ്പെഷ്യൽ. സോ ഐ തോട്ട് വൈ നോട്ട് ഒരു റൂം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഹോം ടൂറാണ് എൻ്റെ ഒരു മൈൻഡിൽ ആദ്യം ഉണ്ടായത്. അത് കുറച്ചും കൂടി നമ്മളിപ്പം ഈ റൂം ടൂർ ആയാലും ഹോം ടൂർ ആയാലും ചെയ്യുമ്പോൾ ആദ്യം ചെയ്യുന്ന സംഭവം എന്താണ്, ആ കൂടി ആ ഒരു സാധനം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണമല്ലേ. അപ്പോൾ ഹോം ടൂർ ചെയ്യണമെങ്കിൽ ഫുള്ള് ക്ലീൻ ചെയ്യണം. ഇതാണെങ്കിൽ റൂം മാത്രം ഒന്ന് ക്ലീൻ തന്നെയാണ്, ബട്ട് കുറച്ചും കൂടി നമ്മൾ ഒതുക്കിയൊക്കെ വെക്കുമല്ലോ. അപ്പോൾ റൂം ടൂർ ആണെങ്കിൽ റൂം മാത്രം ഒന്ന് സെറ്റാക്കിയാൽ മതി. അപ്പോൾ ഒരു കുഞ്ഞു റൂമാണ്, സോ നമുക്ക് വേഗം പടപടാന്ന് പറഞ്ഞിട്ട് സെറ്റാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ വിളിച്ചു ഇപ്പോൾ തൽക്കാലം റൂം ടൂർ ചെയ്യാം. വെൽക്കം ടു മൈ റൂം. സ്റ്റിക്കറൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ ഒരു പുതിയ ഐഡിയ ആയിരുന്നു, ഈ അധികമായിട്ടില്ല അങ്ങനെ ചെയ്തിട്ട്. അപ്പോൾ പെയിൻ്റ് അടിച്ച് അങ്ങനെ കൊളാക്കാൻ ഞാൻ നിന്നിട്ടില്ല കേട്ടോ, ജസ്റ്റ് സ്റ്റിക്കർ ഒതുക്കി. സോ ദാറ്റ്സ് ഇറ്റ്. ഈ വിൻഡോ അധികം അങ്ങനെ ഞാൻ ലൈക്ക് ഓപ്പൺ ചെയ്യാറില്ല. ഇറ്റ്സ് എ നൈസ് വ്യൂ. ഇങ്ങനെ വെക്കാം. ഇതാണ് എൻ്റെ ബെഡ്. അപ്പോൾ എനിക്ക് വെച്ചാൽ ഈ റൂമിനെ കുറിച്ച് അധികം അങ്ങനെ മെമ്മറീസ്, ഈ ചെറുപ്പം തൊട്ടേയുള്ള മെമ്മറീസ് അങ്ങനെയൊന്നും പങ്കുവയ്ക്കാനില്ല. കാരണം ഞാൻ ജനിക്കുമ്പം ഈ വീട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ +1 +2 ആ ഒരു സമയത്താണ് ഹൗസ് വാമിങ് ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 3 years അത്രേ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അധികം അങ്ങോട്ട് ഓർമ്മകളൊന്നും പങ്കുവയ്ക്കാനില്ല. മാത്രമല്ല ഈ ബെഡ് അധികം യൂസ് ആക്കാറില്ല. എനിക്ക് ഈ രാത്രിക്കൊക്കെ ഇങ്ങനെ ഒറ്റക്കൊന്നും കിടന്ന് അങ്ങോട്ട് ഒരു ശീലമല്ല, എനിക്ക് അധികം അങ്ങോട്ട് ഇഷ്ടമല്ല. അങ്ങനെ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ ഇഷ്ടം എന്നേക്കാളും അതിന് വേറെ രീതിക്ക് പറയുകയാണെങ്കിൽ കുറച്ച് പേടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക്, ഞാൻ പറയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഹാളിൽ പായെല്ലാം വിരിച്ച് അങ്ങനെ ഒരു സുഖത്തിൽ കിടന്നുറങ്ങലാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു ബെഡ് എന്നാണ്ടൊരു വലിയ ഇതില്ല. അപ്പോൾ പിന്നെ വെച്ചാൽ ഈ റൂമിൽ ഈ ഫർണിച്ചേഴ്സൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത ഒരു C ഷേപ്പിലാണ്. അതങ്ങനെ വേണം വെച്ച് വെച്ചതായിരുന്നില്ല, ലൈക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് ആ ഒരു C ഷേപ്പ് ആയി എന്നുള്ളതാണ്. വീട്ടിൽ വെച്ചാൽ കുറച്ച് ദിവസം അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ഫർണിച്ചറൊക്കെ മാറ്റി വെച്ചു. അപ്പോൾ ഞാൻ കുറച്ച് നോക്കി, അപ്പോൾ പഴയതുപോലെ തന്നെ വെക്കാണ്ട് അത് കണ്ടൊരു ബോറായാലും. അപ്പോൾ ഞാൻ കുറച്ചു വേറെ രീതിക്ക് പുതിയ രീതിക്ക് വെക്കാൻ വെച്ചിട്ട് അങ്ങനെയാണ് ഇതിപ്പോൾ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് കുറച്ച് വീട് പണിയുള്ളത് കൊണ്ട് കുറച്ച് നീറ്റാക്കി ഇന്ന സാധനങ്ങളൊക്കെ ഒതുക്കി അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പറയാനുള്ളത് വെച്ചാൽ അയ്യോ ഇതൊക്കെ എന്തൊരു സാധനം നമുക്കറിയില്ല. ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എന്തോ റൗണ്ടെല്ലാം ഇങ്ങനെ തൂക്കി ഡെക്കോർ ചെയ്താന്നൊക്കെ പറയാം, ബട്ട് ആ ഒരു ഇതിക്കൊന്നും എത്തൂല. പിന്നെ ഇതിങ്ങനെ ബട്ടർഫ്ലൈ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട് അവിടെ. പിന്നെ ഇതിൻ്റെ ഇത് വെച്ചാൽ ഇതെന്ത് ലാമ്പ് എന്തെങ്കിലും പറയില്ല, എനിക്കറിയില്ല കൃത്യമായിട്ട്. ഇത് ഹൗസ് വാമിങ്ങിന് ഗിഫ്റ്റ് തന്നെയാണ്. ഇതിൻ്റെ നൈറ്റ് വ്യൂ അങ്ങനെയാണ് ഞാൻ കാണിച്ചത് കേട്ടോ. അത് അടിപൊളിയാണ്, ആ ലൈറ്റ് ഗോൾഡൻ ലൈറ്റ്. സോ പിന്നെ ഇത് സമയം നോക്കിക്കോളൂ, 10:40 അപ്പോൾ ഇതും എനിക്ക് ഹൗസ് വാമിങ്ങിന് എൻ്റെ ചെങ്ങായിമാർ ഗിഫ്റ്റ് ചെയ്തതാണ് ഈ ക്ലോക്ക്. സോ ഇതാണ് എൻ്റെ സ്റ്റഡി ടേബിൾ. അപ്പോൾ ഇതിനെ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ബെഡ് പോലെയല്ല, ഇതിൻ്റെ ആവശ്യത്തിന് എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഇരുന്ന് പഠിക്കുന്നൊരു വ്യക്തി അങ്ങനെയല്ല, കുറച്ച് ഇങ്ങോട്ട് വേറെ അപ്പോൾ നന്നായിട്ട് പഠിക്കും അങ്ങനെയല്ല. ഒരാഴ്ച മുന്നോടി ആയിട്ടുള്ളൊരു പഠിപ്പാണ്. ആ ഒരു പ്രിപ്പറേഷൻസ് നടത്തുന്നത് ഇവിടെ വെച്ചാണ്. കാരണം എനിക്ക് നന്നായിട്ട് ഗ്രേഡ് അങ്ങനെയൊന്നുമില്ല, ഗ്രേഡ് വാങ്ങാനല്ല, പാസ്സാവണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ പുറത്ത് പഠിക്കും. ആ ഒരു പഠിപ്പൊക്കെ നടത്തുന്നത് ഇവിടെ വെച്ചാണ്. സോ ആവശ്യത്തിന് നമുക്കെല്ലാം ബുക്സൊക്കെ സെറ്റാക്കി വെക്കാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ നമ്മളെ ചെയർ, ഇത് വെച്ചാൽ ഇത് സഞ്ചരിക്കുന്ന ചെയറാണ്. നമുക്കിങ്ങനെ സഞ്ചരിക്കാം. ഇറ്റ്സ് നൈസ്. നല്ല അരങ്ങാണ്. ചെയറൊന്ന് മാറ്റാം. ഇവിടെ കുറച്ച് എൻ്റെ
ഓർമ്മകൾ എന്ന് വേണമെങ്കിൽ പറയാം ഉണ്ട്. അത് എന്താ വെച്ചാൽ അത് ഞാൻ പറയാം. അത് കുറച്ച് ബുക്സാണ്. അതിന് മുന്നേ ഇവിടെ കുറച്ച് സാധനങ്ങളുണ്ട്. ഇത് നെയിം പാലറ്റാണ്. ഷോ യു ഗൈസ്. ഇത് വെച്ചാൽ അഭിന PP സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് SPCക്ക് ഉള്ള സമയത്തുള്ളതാണ്. കോർ മെമ്മറി. പിന്നെ ഒരുപാട് ഇങ്ങനത്തെ ഇതെല്ലാം കിൻഡർ ജോയിൻ്റെ അപ്പുറമെല്ലാം കിട്ടിയിട്ടുള്ള ചെറിയ ടോയ് ഉണ്ട്. അങ്ങനെയുണ്ട്. ഇത് വെച്ചാൽ എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ്. ലിക്വിഡ് ലിപ്സ്റ്റിക് ഡാസ്ലറിൻ്റെ ആണ്. ഇതിൻ്റെ ഷെയ്ഡ് നെയിം തോന്നുന്നു കോളയാണെന്ന് തോന്നുന്നു. ഡാസ്ലറിൻ്റെ എനിക്ക് ഫേവറേറ്റ്. പിന്നെ പറയാനുള്ളത് വെച്ചാൽ കുറച്ച് ഞാനുണ്ടല്ലോ ലൈക്ക് ചെറുപ്പത്തിൽ നന്നായിട്ട് ബുക്സ് വായിക്കുമായിരുന്നു. ബട്ട് ഇപ്പോൾ കുറവാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ബുക്സ് എനിക്കൊന്ന് പറയാനുണ്ട്. ഇത് വെച്ചാൽ ഇക്കിഗായ്. ഇത് ഫേമസ് ബുക്കാണ്. ഇത് ഞാൻ ഫുള്ളായിട്ട് വായിച്ചിട്ടില്ല, കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. അപ്പോൾ ഇത് കുറച്ച് പുതുതായിട്ട് വാങ്ങിയതാണ്. സോ പിന്നെ ആൽക്കെമിസ്റ്റ്. ഇത് ആൽക്കെമിസ്റ്റ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് എൻ്റെ മെമ്മറിയിൽ അധികം നിൽക്കുന്നില്ല. കുറച്ചൊക്കെ ആയിട്ടുണ്ട്. വെരി മോട്ടിവേഷൻ ബുക്ക്. സോ എനിക്കിത് കംപ്ലീറ്റ് ആക്കണം. ആൽക്കെമിസ്റ്റ് പൗലോ കൊയ്ലോ. ഇനി പറയുന്ന ബുക്സാണ് എന്താ പറയുക, എൻ്റെ ആ ചെറുപ്പത്തിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരു സ്പാർക്ക് അടുപ്പിച്ചിട്ടുള്ള കുറച്ച് ബുക്സാണ്. ഇത് ആർക്കൊക്കെ ഉണ്ടാകുന്ന എനിക്ക് അറിയത്തില്ല. അമ്മ പശുവിൻ്റെ ഒരു ബുക്കാണ്. ഇതിൽ കുറേ ഉണ്ട്. കാരണം അമ്മ പശു സ്ലൈഡിൽ തെന്നി ഇറങ്ങുന്നു. പിന്നെ അമ്മ പശുവിൻ്റെ ക്രിസ്തുമസ്. ഇതിന് ബാക്കിലുണ്ടെങ്കിൽ കണ്ടാൽ പറയാൻ പറ്റും. അമ്മ പശുവിന് മുറിവ് പറ്റി. പിന്നെ അമ്മ പശു ഏറുമാടം കെട്ടുന്നു എല്ലാം പറഞ്ഞിട്ടുള്ള ഇതിലൊരു എനിക്കൊന്നു 4 ബുക്സായിട്ട് വരുന്നതാണ്. കവറൊക്കെ ആയിട്ട് കാണുമ്പോൾ തന്നെ പിള്ളേർക്ക് ഇത് വായിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അത്രക്കും ആകും ഞാൻ കാണിച്ചിടാം. അപ്പോൾ ഇത് വെച്ചാൽ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഏത് ക്ലാസ്സിൽ നിന്നാണ് ഞാനിത് ഞാൻ വാങ്ങിയതല്ല, എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നെയാണ് അച്ഛൻ. അപ്പോൾ എനിക്കൊരു സംശയം എപ്പം കിട്ടിയതാണ്, ഏഴാമത്തെ ബർത്ത്ഡേക്കാണ്, എത്ര ക്ലാസ് പഠിക്കുമ്പോഴാണെന്ന് എനിക്ക് ഓർമ്മ ഉണ്ടായിട്ടില്ല. പിന്നെ വെച്ചാൽ എൻ്റെ ഒരു പരിപാടി ആ സമയത്ത് ഞാൻ ഇങ്ങനെ കുറേ ബുക്സൊക്കെ വായിക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ പേരൻ്റെ മുകളിലായിട്ട് പേരും പിന്നെ അതാണ് ഏതാ ക്ലാസ്സാണ് പഠിക്കുന്നത് അതേപോലെ തന്നെ സൈൻ ഇട്ട് വെക്കുമായിരുന്നു. അപ്പോൾ ഒരു ബുക്ക് അതുണ്ട്, ഏതോ ബുക്കിലുണ്ട്. ഇതിൽ ഞാൻ പേര് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇതിൽ ഞാൻ ഈ ഒരു ഭാഗത്തായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അഭിന PP 7ാം ക്ലാസ് GLUP സ്കൂൾ നരിക്കോട് കണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് 7ാം ക്ലാസ്സിൽ നിന്ന് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇതിൻ്റെ അവൻ ഞാൻ കാണിച്ചതാണ്. എനിക്കിതിപ്പം കാണുമ്പോൾ ഭയങ്കരമായിട്ട് കുഞ്ഞു കുട്ടികളൊക്കെ ഇത് കിട്ടിയ അടിപൊളിയായിരിക്കും. അങ്ങനെ അടിപൊളിയാണിത്. ഇതിലൊരിത് അപ്പോൾ ഇതാരും കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചു കൊടുത്ത് അവർക്ക് എന്തായാലും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. സൂപ്പർ അടിപൊളിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ ഇത് 2 ബുക്കുകളും കൂടി ഉണ്ട്. അത് കാണുന്നില്ല, എവിടെയെങ്കിലും ഉണ്ടാവും. സോ ഇത്രയുള്ള എനിക്ക് ഈ ഒരു ഭാഗത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ കബോർഡ് ഞാൻ അങ്ങനെ തുറന്ന് കാണിക്കാൻ പറ്റില്ല. ലൈക്ക് ആവശ്യത്തിന് സ്പേസ് ഉണ്ട്. വേറെ ഒരു വരുന്നൊരു ഫർണിച്ചറാണ് ഈ ഷെൽഫ്. അപ്പോൾ ഇത് ഞാൻ നമുക്ക് തുറന്ന് കാണിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. ആവശ്യത്തിന് നീറ്റാണ് എന്നാലും. അപ്പോൾ ഇത് വെച്ചാൽ ഈ ഒരു സ്റ്റഡി ടേബിളും ഈ ഷെൽഫിൻ്റെയും കണ്ടോ കളർ കോമ്പോ ഒന്നാണ്. കളർ കോമ്പോ നല്ല ഒന്നാണ്. അപ്പോൾ അടുപ്പിച്ചിങ്ങനെ വെക്കുമ്പോൾ കാണാൻ ഒരു ലുക്ക് ഉണ്ട്. രണ്ടും കൂടി ഒന്നിച്ച് വരുമ്പോൾ ഒരു അമ്മ പെറ്റ മക്കളെ പോലെ നമുക്ക് തോന്നും നിങ്ങൾക്ക്. അപ്പോൾ ഷെൽഫിൻ്റെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ആവശ്യത്തിന് സ്പേസ് ഉണ്ട്. അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് ഈ ഒരു സോഫ. ഈ സോഫ ഇവിടെ ഉണ്ടായിരുന്നില്ല ആദ്യം. അപ്പോൾ ഇത് ഹാളിൽ വെച്ചതായിരുന്നു. പിന്നെ ഇത് കുറച്ച് മോശമൊക്കെ ആയിട്ട് ഞാൻ ചെനക്കി വെച്ചാൽ വേറെ എല്ലാത്തിലും, അതായത് ബുക്സ് വെക്കാനായിക്കോട്ടെ വേറെ എന്തെങ്കിലും അങ്ങനെ അലർജി സാധനങ്ങൾ വെക്കാനൊക്കെ സ്റ്റോറേജ് ഉണ്ട്. ആ കൂടി കുറച്ച് കുറവ് നമുക്ക് തോന്നുന്ന ഡ്രസ്സൊക്കെയാണ്. അപ്പോൾ ഞാൻ അതിനിപ്പോൾ ഒരു പ്രശ്നം വെച്ചാൽ ആ കൂടി ഒരു റൂമിൽ ഞാൻ നീറ്റ് എല്ലാവരും സൂക്ഷിക്കുന്ന ഒരു സ്പേസ് ഈ സോഫയാണ്. ഇപ്പം നീറ്റാണെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഡ്രസ്സൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ ഇവിടെ വെക്കും.
ഉണ്ടാവില്ല, അതാണ് പ്രശ്നം. അപ്പോൾ അങ്ങനെ ഷെൽഫിലും ഉണ്ടാവും, ബട്ട് എക്സ്ട്രാ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ വെക്കുക. അപ്പോൾ ഇത് കുറച്ച് അലങ്കോലമായിട്ട് കാണപ്പെടുന്ന സ്ഥലമാണ്. സോഫ ഹാള് ഉണ്ടായതാണ്, പിന്നെ ഇവിടെ വെച്ചു കളറ് വരുന്ന ആയിക്കോട്ടെ വെച്ചിട്ട്. അപ്പോൾ ഇവിടെ വെച്ചാൽ അധികം എന്തൊക്കെ എക്സ്ട്രാ സാധനങ്ങളൊന്നും വെച്ച് ഇങ്ങനെ ഓവറായിട്ട് സ്ഥലം കളഞ്ഞിട്ട് അങ്ങനെയൊന്നും ഇല്ല. ആവശ്യം നെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉള്ളൊരു റൂമാണ്. അപ്പോൾ എൻ്റെ ഇവിടെ അടുത്തായിട്ടാണ് ഈ ഡോറ്, നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഡോറ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ എന്താ വെച്ചാൽ ഇവിടെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട്. സോ പെട്ടെന്ന് ആൾക്കാരൊക്കെ വരുമ്പം ഇതിൻ്റെ അപ്പുറം വശത്ത് ഒരു ടോയ്ലറ്റ് ഉണ്ടെന്ന് മനസ്സിലാവൂല. അങ്ങനെയാണ്. അപ്പോൾ ഇതിന് തുറന്നാൽ ഇവിടെ ഒരു ലൈറ്റ് ഇടാം. ഇവിടെ ഒരു കുഞ്ഞ് സ്പേസ് ഉണ്ട്, ഇങ്ങനെ കുഞ്ഞ് സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ അങ്ങനെ സെറ്റാക്കാൻ പറ്റും. സോ ഇവിടെയാണ് നമ്മളെ ടോയ്ലറ്റ്. സോ അപ്പോൾ ഇതാണ് എൻ്റെ റൂം ടൂർ. അപ്പോൾ എനിക്കിത് ഒരുപാട് ഇങ്ങനെ കാണിക്കാനോ ഇല്ലെങ്കിൽ ഒരുപാട് എക്സ്പീരിയൻസ് മെമ്മറീസ് ഒന്നും പറയാൻ മാത്രമില്ല സത്യം പറഞ്ഞാൽ. ബട്ട് ഇറ്റ്സ് എ നൈസ് റൂം. ഒരു ചെറിയ റൂമാണെങ്കിലും ആവശ്യത്തിന് നെസസറി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു കാര്യം ഒന്ന് കാണിച്ചത്, ഇതാണ് എൻ്റെ സ്റ്റാൻഡ്. അപ്പോൾ ഇത് വെച്ചാണ് ഞാൻ കുറച്ചൊക്കെ വീഡിയോസൊക്കെ എടുത്തത്. അങ്ങനെ അത് ഞാൻ ജസ്റ്റ് കാണിച്ചൊന്നുമില്ല. അപ്പോൾ ഇതാണ് എൻ്റെ സി ഷേപ്പ്. ഞാൻ പറട്ടെ, ദിസ് ഈസ് ഹൗ ഇറ്റ്സ് ലുക്ക്. സി ഷേപ്പ് വരും. അപ്പോൾ ഇവിടെ സ്പേസ് ഉണ്ട്, വർക്കൗട്ട് ഒന്നും ചെയ്യാനോ അങ്ങനെയൊക്കെ ആയിട്ട്. ദിസ് ഹൗ ഇറ്റ്സ് ലുക്ക്. സോ അപ്പോൾ ഞങ്ങൾക്ക് റൂം ടൂറൊന്നും ചെയ്ത് അധികം എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. അപ്പോൾ ഞാൻ എത്രമാത്രം അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞോന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് സിമ്പിൾ റൂമൻസ്, ഒരു സിമ്പിൾ വേയിൽ ഞാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു റൂം ടൂർ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ഡു ഷെയർ, ലൈക്ക്, കമൻറ്റ് ആൻഡ് ഓൾ ഓവർ സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. സോ ഇനിയും ഒരുപാട് വ്ളോഗ്സൊക്കെ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. Bye.